ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പം രാവിലെ തന്നെ കലക്കിപ്പാർന്നപ്പം ചൂടുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചിരുന്നു അല്ലേ? ബിരിയാണി വെച്ചിരുന്ന കായൊക്കെ ഉണ്ട് ലേസം ബാക്കിട്ടോ. കായ എന്ന് പറയുമ്പോൾ ചിലവർക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? ആ ഉള്ളിയും തക്കാളിയൊക്കെ അല്ലതേ, ഇറച്ചി ഉണ്ടാവില്ല, അതിലത്തെ മസാലകൾ ഉണ്ടാവും. അപ്പം അതൊന്ന് മാറ്റി വെച്ചിരുന്നു ഞാൻ. രാവിലെ നമ്മൾ അപ്പം ചുടുമ്പോഴേ ഇങ്ങനെ തോണ്ടി കൂട്ടാന്ന് കരുതിക്കാണ്ട്. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഞാൻ കുറച്ച് സമയം കൊണ്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ അങ്ങക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം കുറച്ച് ചുട്ട് വെച്ചിരുന്നു. അപ്പം രാവിലെ മക്കളൊക്കെ മദ്രസൊക്കെ തുറന്നില്ല മക്കളെ. അപ്പോൾ ഓല് രാവിലെ അതൊക്കെ കഴിച്ചു കണ്ട് പോയതാണ് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് ബാക്കിയുള്ള മാവട മൂടി വെച്ചിരുന്നു കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. ഈ കാക്കും ഞാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഇച്ചുമ്മയും ഷെയ്മോളൊക്കെ മദ്രസ ഇട്ട് എന്നാൽ ഓല് പിന്നെയും തിന്നു കേട്ടോ. അപ്പം ഇതാക്കണ് ചുട്ട് വെക്കട്ടെ ഞാൻ. നമ്മളെ ബേബികളൊക്കെ ഉണർന്നിട്ടുണ്ട്. ഓലെ താഴത്തു കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഷെയ്മോള് മദ്രസൊക്കെ വിട്ട് വന്നിട്ട് ഓലെ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിക്കാമെന്ന് കരുതി. രാവിലെ ഞാൻ അപ്പം കൊടുക്കണം കരുതിയിരുന്നു കേട്ടോ. ഇനി പൊന്നുമ്മേ മിന്നുമ്മേ ആരെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഓലിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാക്കും കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ധൃതിയിൽ പണിയല്ലേ നേരം. അപ്പം നമ്മൾ ഷെയ്മോളോ ഒക്കെ വന്നിട്ടാണ് കൊടുക്കട്ടോ. അവരും വല്ലാതെ കാര്യമൊന്നുമില്ല. രാവിലെ തന്നെ ഞാൻ ചായ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും കേട്ടോ. പാല് കിട്ടാൻ കുറച്ച് നേരം വെക്കും. അപ്പം ഇതാക്കണ് ലേസം പഞ്ചസാര പാത്തിച്ചിരുന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ട മക്കളെ എങ്ങനെ സ്വഭാവം? ലേസം ഞാൻ 2 കിലോനായാലും 1 കിലോനായാലും ഒക്കെ പഞ്ചസാര കൊണ്ടുവരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്നോ, അത് കുപ്പിക്ക് ഇട്ടുകൊണ്ട് അതിൻ്റെ ബാക്കി ലേസം ഞാനാണ് പാത്തൊക്കെ ഇട്ടോ. എന്നാൽ എന്താ വെച്ചാൽ പറ്റ അടി അത്തോളം നമ്മൾ കാത്തുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാക്കു അറിയിച്ച് അവസാനം വരെ കാത്തുക്കണ്ടല്ലോ പറയും. പറ്റ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ചായക്കോ വെള്ളത്തിനൊക്കെ കരഞ്ഞാൽ അത് പീടിയിൽ നിന്ന് കൊണ്ടുവരോളം കാത്തു നിൽക്കണ്ടേ നമ്മൾ. പിന്നെ ആരെങ്കിലും പെട്ടെന്നൊരു വിരുന്നാരൊക്കെ വന്നിട്ട് ഞാൻ പരക്കം പായുമ്പോഴായിരട്ടോ പഞ്ചാരയൊന്നും ഉണ്ടാവാക്കും. അപ്പം എന്താ മക്കളതിൻ്റെ ഇടയിൽ നാരങ്ങളൊക്കെ ഉണ്ടാക്കി കുടിച്ചുക്കും. അപ്പം ഞാനൊരു തുള്ളി പാത്തക്കണ കേട്ടോ. ഇനി കാക്കുവിനോട് പറഞ്ഞിക്കണ് കാക്കു കൊണ്ടുവരും കേട്ടോ പഞ്ചസാര. അപ്പോൾ അതാക്കണ് ചായ ഉണ്ടാക്കിയേക്കട്ടെ. അത് എടുത്തു വെച്ചോണ്ട് രാവിലേക്ക് ഉണ്ടായിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഇനി കാക്കു പീടിയിൽ പോയി വരുവോളം ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ചിലപ്പോൾ കാക്കു പണിക്ക് പോയതൊക്കെ ആണെങ്കിൽ അന്ന് ഞാൻ ഋതുവിനെ കിട്ടൂല, ഓന് ട്യൂഷനക്ക് പോണതല്ലേ. പിന്നെ ഞാൻ കുട്ടികളോട് അറിയാം അയലോകത്തൊന്നും പോയി ചോദിച്ചേണ്ട മക്കളെ പഞ്ചാരും ചായപ്പൊടിയും പറയും. അപ്പോൾ അതാക്കണ് ചായ ഉണ്ടാക്കണം കേട്ടോ. ഇന്നലത്തെ ബിരിയാണി പാളിപ്പോയില്ലേ, കളറൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ ഇത് കേട്ടോ. കട്ടമാമു പോലെ ഉണ്ടല്ലേ. വാട്സപ്പ് ചെയ്ത് കണ്ട് കുറേ ഇത്താത്തമാരൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പാത്തു അത് ബിരിയാണിയാണോ ചോദിച്ചു കണ്ട്. അത് കട്ടമാമു ആയില്ലേ. ഇച്ചിരി മഞ്ഞളൊക്കെ കയറി പിന്നെ ആകെ വെള്ളം കയറിയ പോലെ അത് വെന്ത് അളിഞ്ഞു പോയിട്ടോ. അപ്പോൾ സ്പൂണൊന്നും നോക്കിയിട്ട് കാണില്ല. അതൊക്കെ തന്നെയാണ് മക്കളെ. സ്പൂണൊക്കെ ഞാൻ ഇനി അതിലൊക്കെ പോയി നോക്കണുണ്ട്. നിങ്ങൾ കൂടെയൊക്കെ രാത്രി കടന്ന് ഞാൻ ഇന്നലെ 12:30 1 മണിയൊക്കെ കഴിക്കണം കിടന്നപ്പോൾ. ആ ചോറ് ലേസം ബാക്കി ഉണ്ടായിരുന്നു മക്കളൊക്കെ കഴിച്ചു കാണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കാണ്ട് കഴിക്കും. ഇപ്പോൾ നമ്മളെ കുഞ്ഞുമണികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഉറക്കണേ ഓരോരുത്തരും ഓരോ പണിയിലായിരിക്കും. അപ്പോൾ കാക്കു ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ഒന്നിനെ ഞാൻ ഉറക്കമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കാണ്ട് ഒരുപാട് നേരമായി. ഓലൊക്കെ ഭക്ഷണം കഴിച്ചു കിടന്നപ്പോൾ 12 മണിയൊക്കെ ആയി. പിന്നെ ഞാൻ ഓടി വന്നപ്പോൾ അതിന് ഇത്തിരി ചോറുള്ളായിരുന്നു കേട്ടോ. നമ്മളെ കോയൽ കിണറിലെ വെള്ളവും ചൂടുമൊക്കെ അല്ലേ. അപ്പോൾ ആ ചോറ് കേടന്നു. പിന്നെ ഇതുപോലെ 2 അപ്പൊക്കെ ഉണ്ടാക്കി തിന്ന് കാണ്ടാണ് ഞാൻ കിടന്നത് കേട്ടോ. ആദ്യം ആ പാത്രമൊക്കെ മോറി വെച്ച് കാണ്ട് കുറേ നേരമായപ്പോൾ 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ എഴുതി പോയി കിടന്നു കേട്ടോ. പിന്നെ മക്കളെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പള്ളം ഇങ്ങനെ കാളുക. അതിൽ പിന്നെ നീച്ചെന്ന് കാണ്ട് 2 അപ്പം ചുട്ടുകാണ്ട് വേണം തിന്നു കേട്ടോ. എനിക്ക് പിന്നെ രാത്രി ആയാലും 1 മണിയായാലും 2 മണിയായാലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ. ഞാൻ വിശക്കണുണ്ട് കഴിഞ്ഞപ്പോൾ കുട്ടികളെ എണീക്കുകയാണെങ്കിലൊക്കെ ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യൻ അല്ലാതെ തന്നെ നേരം വെളുക്കോളം ഉറങ്ങാനയക്കൂല, കരച്ചിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉറക്കമൊക്കെ 2-3 കൊല്ലം കൂടിയും കഴിയട്ടെ, എന്നിട്ട് നേർക്കും ഉറങ്ങാം. അപ്പോൾ ബേബി ആളില്ലോൽക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് ടീൻസ് ബേബി ഉള്ളവർക്ക് അറിയാം. നമ്മളെ ലിനുമോളൊക്കെ 2 മണിക്കും 3 മണിക്കൊക്കെ നീച്ച് നാരങ്ങളിൽ ഒഴിച്ച് കണ്ട് കരയും കേട്ടോ. അപ്പോൾ ചെറിയ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പൊടി കുറച്ചിട്ട് കണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഭയങ്കര ചൂടാണല്ലോ അല്ലേ. അപ്പം ഇന്നലെ ബിരിയാണി പാളിപ്പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ കുട്ടികൾക്ക് പാൽ കൊടുക്കാനൊക്കെ പോയപ്പോഴേ അത് കുറച്ച് വേറി. പിന്നെ ഷെയ്മോള് പോയി പച്ചവെള്ളമൊക്കെ പറഞ്ഞപ്പോൾ അതാകെ അപ്പം ചുട്ട മാതിരിയായി. അപ്പോൾ അതാക്കണം നമ്മളെ ചുമ മദ്രസിന്നൊക്കെ വന്നിട്ടുണ്ട്, സലാം പറഞ്ഞ്. അപ്പോൾ ഓള് വന്നപ്പോൾ പാലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൽ നമ്മൾ അതിൻ്റെ അടിയിൽ നിർത്തിയിരുന്നു അല്ലേ. ഞാനങ്ങനെ പൈസ ഉണ്ടാകുമ്പോൾ വാങ്ങും കേട്ടോ, ഇല്ലാത്തപ്പോൾ ഞാൻ വാങ്ങലില്ല. ഓല് കുറച്ച് ദിവസം കുടിച്ചുമ്പോൾ പിന്നെ കുട്ടികൾക്ക് മടിയല്ലേ ആയിരിക്കും, പിന്നെ കുടിച്ചൂല. ഒന്നാമത് ഞാൻ ബേബിയാളെ കുടിപ്പിക്കാൻ എന്നാൽ നമ്മളെ മേത്തുനിന്ന് കുറച്ചങ്ങോട്ട് ഓല് മാറിക്കുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മേത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുപ്പിയുണ്ട്, പാലും കുപ്പിയുണ്ട്. അപ്പോൾ 2 ആൾക്കും കൂടി 1 കുപ്പി കേട്ടോ. അപ്പോൾ അതിന് ഇപ്പോഴും ഞാൻ ചിലപ്പോൾ
ഒന്നും മാറ്റും, കഴുകിക്കാണ്ട് വൃത്തിയാക്കും. അങ്ങനെയാണ് രണ്ടാക്കും കൊടുക്കുക. അപ്പോൾ അതാക്കണ് മിഞ്ഞാന്ന് ഏൽപ്പിച്ചാണ് പാല്. അപ്പോൾ ഇച്ചുമ്മ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് പാൽ ചായ മതി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പാൽ ചായ. ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കൽ. ഇവിടെ എല്ലാവരും കട്ടൻ ചായ എടുക്കും. പാൽ ചായ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അവൾക്ക് കേട്ടോ. പാല് പാർന്ന ചായ എന്നൊക്കെ അവിടെയൊക്കെ അങ്ങനെ കേട്ടോ മക്കളെ. അവൾക്കൊക്കെ ഭയങ്കര തൃപ്തിയാണ് പാൽ ചായ എന്ന് പറയുമ്പോൾ. അപ്പോൾ പാലിപ്പോൾ ഇച്ചുമ്മക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2 കുട്ടികൾ തന്നെ കുടിച്ചാൽ ആ കുപ്പിപ്പാൽ ഒരാൾക്ക് നിറച്ചും കൊടുക്കും, ഒരാൾക്ക് നിറച്ചും കൊടുക്കും. ഞാൻ ഒരു 10-11 മണിയാവുമ്പോൾ. അപ്പോൾ അത് 3/4 ഭാഗം കുടിക്കും. ചിലപ്പോൾ അപ്പോൾ അധികം പഴം തിന്നും കേട്ടോ രാവിലെ. അപ്പോൾ 2 ആൾക്കും ഓരോ പഴം കൊടുത്താൽ 2 ആൾ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. അപ്പം ഇനി കുറച്ച് ദിവസം അങ്ങനെ പോട്ടെ എന്നിട്ട് പിന്നെ മടുപ്പ് വരുമ്പോഴേ അപ്പാണ് നിർത്തും പാൽ കിട്ടും. അല്ലാതെ അടഞ്ഞു വാങ്ങലൊന്നുമില്ല. അപ്പോൾ അതിന് നമ്മളെ മിന്നുമ്മ ഒക്കത്തെ എത്തിക്കണം കേട്ടോ. ഇനി മിന്നുമ്മാനെയും കൊണ്ട് ഇനി ഭക്ഷണം ഞാൻ കഴിക്കട്ടെ അവിടെ ഇരുന്ന് കാണ്ട് മക്കളെ. അല്ലെങ്കിൽ കഴിയൂല. അല്ലെങ്കിൽ ഇതൊക്കെ ചുട്ടുകാണ്ട് കഴിയുമ്പോഴത്തേന് ആ പ്ലേറ്റ് അങ്ങനെ കാലിയാവും എന്നല്ലാതെ 2ാം ട്രിപ്പ് തിന്നൽ തുടങ്ങിയില്ലേ. അപ്പം എൻ്റെ ഏട്ടത്തി പറയട്ടോ ഇച്ച് 2ാം ട്രിപ്പ് 3ാം ട്രിപ്പൊക്കെ ഉണ്ടാക്കി കുത്തർന്നു പറയും. അപ്പോൾ കുട്ടികൾ വിശന്ന് വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അവളറിയാം ഒറ്റ ട്രിപ്പാണ് ഉണ്ടാക്കി വെച്ചാൽ എന്നിട്ട് അതിന് കഴിച്ചിട്ട് പിന്നെ ചോറാണ് ഉണ്ടാക്കി വെച്ചോണ്ടി കയറി. അപ്പോൾ അത് തോന്നൂല കേട്ടോ. കുട്ടികൾ പിന്നെയും 10 മണിക്ക് വന്ന് കാണും മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറല്ലേ. കുട്ടികളല്ലേ അവൾ രാവിലെ മദ്രസ്ക്ക് 6 മണിക്കൊക്കെ പോകുമ്പോഴേ എന്താ ഇപ്പോൾ ഒരു അപ്പത്തിൻ്റെ കണ്ടൊക്കെ അപ്പം തിന്നുള്ളൂ. പിന്നെ വന്നിട്ടാണ് പോലും നല്ല ഉഷാറായിട്ട് തിന്നുക. അപ്പം നമ്മളെ ഇച്ചുമ്മാക്ക് ഞാൻ പാല് പാർന്ന ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര തൃപ്തിയാണ് പാല് പാർന്ന ചായ. അപ്പോൾ ഇതാക്കണ മിന്നുമ്മല്ല പൊന്നുമ്മ വന്നിക്കണ്. പൊന്നുമ്മക്ക് ഞാൻ ആ ഒപ്പിച്ച് കാണ്ട് അങ്ങനെ കൊടുക്കട്ടെ കേട്ടോ. ഓളിഞ്ഞ് അങ്ങനെ 2-3 കഷ്ണം തിന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വയറ് നിറഞ്ഞോളും. അപ്പം ഞാനവിടെ ഇരുന്ന് കാണ്ട് തിന്നഞ്ഞ് ഈ പണിക്ക് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് അപ്പം ബാക്കി ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പണി തീരലും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അന്ന് കുറച്ച് പണികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിക്കാണ്ട്. അപ്പം രാവിലെ പതിവ് പോലെ ഇങ്ങനെ തന്നെയാണ് അധികം ഞാൻ ഭക്ഷണം കഴിക്കൽ കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ളൂ. അല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കണം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ല കേട്ടോ. നിങ്ങളാരും ഭക്ഷണം കഴിക്കണമെന്നും കാണിച്ചു തരേണ്ട അറിഷയെന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് കൂടുതലും ഞാൻ ഭക്ഷണം കഴിക്കൽ. എന്നാൽ പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പണിക്ക് പോലോ. മറ്റേത് ഈ അപ്പൊക്കെ ചുട്ടുകാണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ബേബിയാൾ കാര്യം പിന്നെ ഓൽക്ക് ഞാൻ പാലെടുക്കാനൊക്കെ പോയി വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് മടുപ്പായിരിക്കും പണിയും കാര്യങ്ങളും. 10 മണിയായാലും പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കൂടൂല. അപ്പോഴത്തേന് തലമിന്നലും കുഴക്കാലൊക്കെ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ തന്നെ വേഗം കഴിഞ്ഞാലേ അതാണ് കഴിയുമല്ലോ. അപ്പോൾ ചുമ്മാനോട് ഞാൻ വരച്ച് ലേസം പാൽ ചായ കൊണ്ടിടി പറഞ്ഞപ്പോൾ ഓള് കൊടുന്നാട്ട് ഓൾക്ക് ഉണ്ടാക്കിയ ചായയാണ് ഞാൻ. അപ്പോൾ അതാക്കണ് അപ്പം ചുടലൊക്കെ കഴിഞ്ഞാണ്ട് ലേസം വെള്ളം കൊണ്ടിട്ട് കേട്ടോ. കാക്ക് എന്ത് പറ്റിക്കണ് നമ്മളെ ലൈം വെള്ളമല്ലേ അത് ടാങ്കിക്ക് കയറ്റിക്കണം കേട്ടോ. തിരുമ്പാനും ഞാൻ അധികം ആ വെള്ളം എടുക്കുക. അതൊരു ബ്ലീച്ചിങ് പൗഡർ ഭയങ്കര സ്മെല്ലായിരിക്കും. കുട്ടികൾക്ക് കുടിക്കാനൊക്കെ ഇടങ്ങാറായിരിക്കും. അല്ലാത്തപ്പോൾ നമ്മൾ കൊയൽക്കിണറിൽ വെള്ളം എടുത്താൽ ഞാൻ അതന്നെയാണ് ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒരു കുട അവിടെ കൊടുന്ന് വെച്ചു ഞാൻ കേട്ടോ. എന്നാൽ താഴേന്ന് പോയിക്കാണ്ട് കൊടുന്ന് കുട്ടികൾക്ക് കുടിക്കാനൊക്കെ മറ്റേ ആ പൈപ്പ് തുറക്കുമെന്ന് കാണ്ട് പോലും ഇങ്ങനെ പറയും. ആദ്യം ചൊവ്വമ്മ അങ്ങനെ പറയും. അപ്പോൾ കാക്കുറി ആ വെള്ളം പിന്നെ എന്തിനാ അത് 100-200 കൊടുക്കണമല്ലേ ഞങ്ങൾക്ക് തിരുമ്പാനൊക്കെ കണ്ടമാനം തിരുമ്പാണ്ടാണല്ലേ മക്കളെ. അപ്പോൾ അതൊക്കെ തിരുമ്പി കഴിയുമ്പോഴത്തേന് എത്രങ്ങാനും വെള്ളം വേണം. അപ്പോൾ ലൈം വെള്ളം ആകുമ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു സമാധാനമാണ്. മറ്റേത് നമ്മൾ മോട്ടർ ഇടുമ്പോൾ 240 അടിയേറ്റേ നമ്മളെ കോയിലും കിണറുണ്ട്. പെട്ടെന്ന് വെള്ളം കണ്ടുകിണ് കേട്ടോ. 170-ലൊക്കെ വെള്ളം കണ്ടുകിണ്. ഇതുവരെ അൽഹംദുലില്ലാ വറ്റിയിട്ടില്ല കേട്ടോ. എല്ലായിടത്തും വറ്റിയിട്ടുണ്ട്. നമ്മളത് ഇതുവരെ പറ്റിയിട്ടില്ല. ഇവിടെ ആർക്കും വെള്ളമില്ല. നമ്മളെ താഴെ വീട്ടിൽ 2 കോയിൽ കുത്തിയിട്ട് ഇത് വെള്ളം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം രാവിലെ തന്നെ കാക്കൂൻ്റെ പണി തന്നെയാണ് കേട്ടോ ആ ടാങ്കൊക്കെ കയറ്റി വെച്ചത്. മറ്റേ കോയിലും കിണറിൽ ഇങ്ങനെ 2-3 വട്ടമൊക്കെ നമ്മൾ മോട്ടർ ഇടുമ്പോഴേ ഭയങ്കര കറണ്ടും ചാർജ് ആയിരിക്കും കേട്ടോ. വോൾട്ടേജാണെങ്കിൽ ഇവിടെ തീരെ ഇല്ലാനും നമ്മളെ കോയിനൊക്കെ കെട്ടി തൂക്കി അങ്ങനെ കറങ്ങുക. അതുപോലെ ഫാനൊക്കെ കറങ്ങുക കേട്ടോ. അപ്പോൾ ഇതാക്കണ് പൊന്നുമ്മയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ മുൻഭാഗത്ത് വേഗം ഞാൻ മുറ്റടിച്ചോരൊക്കെ ചെയ്യട്ടെ. നമ്മളെ ഷെയ്മോളാണ് ചെയ്യൽ കേട്ടോ മുറ്റടിച്ചോരലൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഞാനാണ് നിൽക്കും. ഓളോട് ഇങ്ങനെ 2 വട്ടം 3 വട്ടം പറയാൻ നിൽക്കണ്ടല്ലോ. എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ കരുതിക്കാണ്ട്. അപ്പോൾ ഓള് മദ്രസ്ക്ക് പോലൊക്കെ പാടായപ്പോഴേ നേരം വേഗം കരുതിക്കാണ്ട് ഞാനാണ് അടിച്ചോരി കേട്ടോ. ഞാൻ അടിച്ചോരലും ബാക്കി പണികളൊക്കെ എടുക്കട്ടെ. കുറേ തിരുമ്പാണ്ടാവും മക്കളെ. 3 ട്രിപ്പൊക്കെ തിരുമ്പാനുണ്ടാവും. കുറേ ഞാൻ കല്ലുമ്മ തിരുമ്പാൻ നോക്കും. അപ്പോൾ കാക്കുറേജ് ഇതിന്മേലൊന്നും തിരുമ്പിയോണ്ട് ഒന്നും ആവില്ല. ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഒന്നാണ് വലുതാവണ വരെ അങ്ങനെയൊക്കെ ഒപ്പിച്ച് കൂട്ടിക്കളാം. അല്ലാതെ ഇപ്പോൾ കല്ലുമ്മൽ തിരുമ്പാൻ കുത്തറന്ന് അഞ്ഞും ഗ്ലൂക്കോസ് ഇടേണ്ടി വരും പറഞ്ഞ് കാക്കു കളിയാക്കും അങ്ങനെ പറഞ്ഞു കാണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഇതൊക്കെ തന്നെയാണ് എന്നും അടിച്ചു വരും. 4 ഉണ്ടാവും. ഇങ്ങനെ പിച്ചിപ്പറിച്ചിടും. ഇതൊക്കെ കുട്ടികളെ അനുസരണശീലം പഠിപ്പിക്കായിട്ട് അറിയും ചിലവര്. അത് പഠിപ്പിക്കായിട്ടൊന്നല്ല കേട്ടോ. എല്ലാ വീട്ടിലും അധികം വീട്ടിലും തന്നെ. അപ്പം നമ്മളിത് എത്ര അടിച്ചു വരിയാലും അത് അതുപോലെ ഉണ്ടാവും.
അപ്പോൾ അതാക്കണ് മുറ്റൊക്കെ അടിച്ചോരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമെ നമ്മളാ റോഡ് ഒന്നാണ് വൃത്തിയാക്കട്ടെ കേട്ടോ. അതിൽ പോകുമ്പോൾ അവിടെ എല്ലാം കാക്കമാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചിട്ടോ. അപ്പോൾ ഇവിടെ ആർക്കും ഇല്ലാതാണ് അറിയും. അവിടെ അങ്ങനെ വൃത്തിയേടായി കിടക്കും. കഴിയുമ്പോൾ ഞാനൊന്നാണ് അടിച്ചോരിയിടും കേട്ടോ. ആ റോഡ് അടിവരെയൊക്കെ നമുക്ക് ഇങ്ങനെ അതിന് കൂടുക. ആകെ 6.5 സെൻറ്റ് സ്ഥലമുള്ളൂ എൻ്റെ വീട് നിൽക്കണേന്. അതെന്നെ അടിച്ചു വരണമെങ്കിൽ ഞാൻ എൻ്റെ ഷെയ്മോളോട് പറയണം, അല്ലെങ്കിൽ ഞാൻ അടിച്ചു വരണം. എൻ്റെ കാക്കു അടിച്ചു വരും, ഋതു അടിച്ചു വരും കേട്ടോ. കാക്കൊക്കെ അടിച്ചു വരും. അതൊന്നും ഞാൻ വീഡിയോയിൽ വില പകർത്താക്കല. ഇപ്പോൾ ആണുങ്ങൾ അടിച്ചു വരി എന്ന് പറഞ്ഞുകാണ്ട് കച്ചറ ഉണ്ടാക്കണ്ടെന്ന് കരുതിക്കാണ്ട് ആണുങ്ങൾ അടിച്ചു വരി കരുതിക്കാണ്ട് മാനടിഞ്ഞു പോകുമൊന്നുമില്ലല്ലോ. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറുക. അല്ല എന്താ നമുക്ക് വെയ്യാതാവുമ്പോൾ ആരും ഉണ്ടാവില്ല. ആരല്ലേ പാത്രം മോറി തരാനോ അടിച്ചു വരി കയറാനൊക്കെ ആ മൂലൊക്കെ കിടക്കുമ്പോൾ ആ മൂലക്കെല്ലാം അങ്ങനെ ചീഞ്ഞ് കിടക്കുക എന്നല്ലാതെ. അപ്പോൾ മൂപ്പര് അതൊക്കെ ചെയ്തു തരും. വെയ്യാന്നുണ്ടെങ്കിൽ ഇനി പണിക്ക് പോവുകയാണെങ്കിൽ രാവിലെ നീച്ച് കണ്ട് മുറ്റൊക്കെ അടിച്ചു വരും കേട്ടോ. അപ്പം അങ്ങനത്തെ പണികളൊക്കെ മൂപ്പര് കുറേയൊക്കെ ചെയ്തു തരും. ഇപ്പോൾ കുറേയൊക്കെ ബാക്കൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കുട്ടികളൊക്കെ നടക്കൽ തുടങ്ങി. പിന്നെ ഷെയ്മോൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂളൊക്കെ പൂട്ടിയിട്ടില്ല. അപ്പോൾ കാക്കു കുറച്ചാണ് ബാക്കൊക്കെ നിൽക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാക്കണ ഇനി അടുത്തത് മുരിങ്ങാച്ചാറ്. അടുത്തത് നമ്മൾ പാഞ്ഞ് നടക്കുക കേട്ടോ. കറിക്ക് എന്തായിരുതി കണ്ട് പാഞ്ഞ് നടക്കുകയാണ്. അപ്പം ഞാൻ മുരിങ്ങ ഒടിച്ചണോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലേ. അപ്പോൾ ക്യാമറയും കൊണ്ട് അതിലൊന്നും ആരാൻ്റെ തൊടുവ് കൂടെ പോകണ്ടെന്ന് കരുതിക്കാണ്ട് ആ 2 മില്ലി മുരിങ്ങ തന്നെ കിട്ടിയിട്ടുള്ളൂ. മുരിങ്ങയൊന്നുമില്ല. ഈ കൊട്ടം വേനലായിട്ട് വെള്ളമൊന്നുമില്ല മക്കളെ. അപ്പോൾ വെള്ളമൊന്നുമില്ലായിട്ടേ പിന്നെ നമുക്ക് ഇവിടെ കൊണ്ടുപോയി പാരനാര അവിടെ അപ്പുറത്തെ തൊടുവിലില്ല കേട്ടോ. അവിടെയൊക്കെ കൊണ്ടുപോയിക്കാണ്ട് വെള്ളം പാരായി മക്കളോടൊന്നും പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. ആ മുരിങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി, മക്ക ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 2 ഇല്ലി മുരിങ്ങ കിട്ടിയിട്ടോ. അത് കൊടുങ്ങാണ്ട് ഞാൻ മുരിങ്ങ താഴ്ക്കട്ടെ. പിന്നെ ഉണക്കലീനുണ്ട്, അത് പൊരിച്ചും ചെയ്യട്ടെ കേട്ടോ. അപ്പം എന്താ പണി അങ്ങനെയാണ് കഴിച്ചുമല്ലോ. അങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചു കൂട്ടും ഞാൻ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അപ്പം നമ്മൾ ലീനു ഇതാക്കണ സുന്ദരിയായി വന്നിട്ടുണ്ട്. നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു ഫർദൻ്റെ അതാണല്ലോ. അപ്പോൾ എവിടെ കുത്തണ്ട് കെട്ടണ്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കെട്ടണ എവിടെയാ ചോദിച്ചപ്പോൾ അരിയിലാണ് കെട്ടൽ പറഞ്ഞാൽ. അരിയിലൊക്കെ ഇപ്പോൾ നമ്മൾ ഫർദ കെട്ടിയാൽ അത് കെട്ടണോലുണ്ടാവും കേട്ടോ. നമുക്ക് അതിനെപ്പറ്റിയൊന്നും ഐഡിയ ഇല്ലായിട്ട് എനിക്ക് ചെറിയ തരിക അവിടെയൊക്കെ കെട്ടണ് പറഞ്ഞപ്പോൾ. അമ്മക്ക് അതൊന്നും ചേലില്ലാത്തതല്ലേ മക്കളെ. അപ്പോൾ അൽഹംദുലില്ലാ നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അൺബോക്സിങ് ചെയ്യണ്ട് ഇൻഷാ അല്ലാ. അതിൽ നല്ലൊരു ഫർദയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ താത്ത അയച്ച് തന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ പറക്കാതെ പോയ താത്ത എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഇത്താത്ത അയച്ചെന്നാൽ ഞാൻ കാണിച്ചു തരണ്ട്. അപ്പോൾ എന്തായാലും മുരിങ്ങാച്ചാറ് ഉണ്ടാക്കട്ടെ. എന്നാൽ മുരിങ്ങി ഉണക്കൽ മീനും ഇന്നത്തെ ഉഷാലായിട്ടോ. അപ്പോൾ ഇതിന് പഞ്ചസാരയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ലീനും ഷെയ്മോളൊക്കെ വന്നിട്ടുണ്ട്. ഷെയ്മോൾ വന്നാൽ അങ്ങനെ തന്നെ കേട്ടോ. ഓളാ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ബേബികളൊക്കെ പാടെ ഓളെ വരുത്താലുണ്ടാവും. പിന്നെ ഓളങ്ങനെ കൊടുക്കും. ഓള് കഴിക്കുമ്പോൾ അതിന്ന് അങ്ങനെ കൊടുക്കുമ്പോഴേ അപ്പം നമുക്ക് ഭക്ഷണം കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് ഒക്കത്തെട്ടിക്കാണ്ട് പണ്ടൊക്കെ നമ്മളങ്ങനെ കൊടുത്തിട്ടില്ലേനു. അത് കുറേ കുറവിട്ടു കേട്ടോ. നമ്മൾ ഋതുവിനും ഷെയ്മോളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. നമ്മൾ 1-2 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ 10 മണിയാകുമ്പോഴത്തേനും കുളിപ്പിച്ച് എല്ലാ പണിയും കഴിച്ചുകാണ്ട് ഒക്കത്തെട്ടിക്കാണ്ട് ഞാൻ കൊണ്ടുപോയിക്കാണ്ട് പുറത്തു കൂടെയൊക്കെ നടന്നുകാണ്ട് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇപ്പോഴൊന്നും അതിന് കൂടുതലില്ല. ഒരാരെയിലൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഓലൊക്കെ ആരെങ്കിലും കഴിക്കുമ്പോൾ അങ്ങനെയാണ് കൊടുക്കും കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അവരെ വയറൊക്കെ നിറയും. പിന്നെ ഞാൻ എന്നാലും നമുക്ക് ഉമ്മമാരല്ലേ, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലേ. ഞാൻ എന്നാലും ഒന്നാണ് കൊടുത്തു നോക്കും കേട്ടോ. അപ്പോൾ കിടന്നുറങ്ങാൻ നേരത്തെ എന്തെങ്കിലും അപ്പോൾ വേണ്ട പറയാം. അപ്പോൾ മനസ്സിലായിക്കണേ എനിക്ക് വയറ് നിറഞ്ഞിക്കണ്. അങ്ങനെയായിരിക്കും ഓല കൂടുതൽ ഭക്ഷണങ്ങളൊക്കെ കേട്ടോ. ഓല ആരെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഓലടുത്ത് പോയി നിന്ന് കണ്ട് ഉമ്മച്ചിയൊക്കെ വന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലേ. ഉമ്മാൻ്റെ കാലിൻ്റെ തൊട്ടിൽ പൊന്നു ഉമ്മ അങ്ങനെ കൊടുക്കും നുള്ളി പറിച്ച്. അതങ്ങനെ തിന്നും. ഇച്ചിരിയൊക്കെ തിന്നാൽ മതിയല്ലോ, കുട്ടികളല്ലേ. അപ്പോൾ ഇതാക്കണ് ഉണക്കലീന് കണ്ടില്ലേ. ആ ഉണക്കലീന് ഇപ്പോൾ എന്താ പേര് എന്നുണ്ടാവൂലേ. എന്താ താത്ത ഉണക്കലീൻ്റെ പേര് ചോദിക്കും നിങ്ങൾ. അത് അടവാട്ടോ മക്കളെ. അടവ് നല്ല രസമാണ്. ഞാൻ നാളെ മഞ്ചേരി പോയിരുന്നു ഉമ്മാൻ്റെ മരുന്നൊക്കെ വാങ്ങാൻ. അപ്പോൾ ലേസം വാങ്ങിയതാട്ടോ. അടവ് നല്ല രസമാണ്. കുറച്ച് കാമ്പൊക്കെ ഉണ്ടാവും അതിമെന്ന് ഉള്ളിപ്പിച്ചാൽ. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാലേ അത് നല്ല രസമാണ്. അപ്പോൾ നമ്മളെ ഋതുവിനും അടവൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. അതിലാകെ 4-5 എണ്ണേ ഉള്ളൂ ബാക്കി. അതുകൊണ്ട് ഒപ്പിച്ചേരിക്കാണ്ട് ലേസം സോയാബീൻ ഉണ്ട്. അത് ഇനി വേണമെങ്കിൽ ഓല ആരെങ്കിലുമൊക്കെ. ഋതുവിന് സോയാബീനൊക്കെ ആയാൽ മതി, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ഓൻ നനച്ചോ ഉണക്കലിയും വേണ്ടമ്മ, നിങ്ങൾ സോയാബീന് ലേസം പൊരിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടി തന്നാൽ മതിയാണ്. അപ്പം എന്നാൽ 4-5 മീനും മതിയല്ലോ. അപ്പോൾ ഇതാക്കണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ ഞാൻ അധികം. അപ്പോൾ തിളപ്പിച്ചാറിക്കാണ്ടാണ് അധികം ഞാൻ ഉണ്ടാക്കി വെക്കൽ. അന്ന് തിളപ്പിച്ചാറിയ വെള്ളം വെച്ചുകാണ്ടേ നന്നായിട്ട് ചൂടാറിയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കണതാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കണം. അവൾക്ക്
എപ്പോഴും ഞാൻ വെള്ളം കൊടുക്കലുണ്ട് കേട്ടോ. ഈ നല്ല ദാഹമല്ലേ, അപ്പോൾ നമ്മൾ മുലപ്പാലൊന്നും കുടിച്ചാലോ ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അവരെ വയറൊന്നും അറിയില്ല, ദാഹവും തീരൂല. അപ്പോൾ ഇങ്ങനെ നാരങ്ങ കൊടുത്താൽ ഇതിപ്പോൾ വലിയ മനുഷ്യന്മാർക്കാണ് കേട്ടോ, എല്ലാവർക്കും കൂടിയിട്ടാണ്. അതാ ഞാൻ തിളപ്പിച്ച് ഊറ്റാത്തതും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ താഴേന്ന് കൊടുന്ന വെള്ളമല്ലേ, കിണറ്റിലെ വെള്ളമാണ് കേട്ടോ, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഒരാൾക്ക് കലക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കലക്കണം. അപ്പോൾ ഒന്നായിട്ടാണ് കലക്കാമെന്ന് കരുതി. ഭയങ്കര ചൂടല്ലേ, ഈ കിളി കറന്നുകാണ്ട് പഞ്ചസാര ഇങ്ങനെ ഇളകുമ്പോഴേ ഒക്കെ ഓടി വരും കേട്ടോ. ഞാൻ ബേബിയാൾക്ക് ലേസം എന്നും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും കൂടി എപ്പോഴും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒച്ച കേട്ടുകാണ്ട് ഓടി വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് നാരങ്ങ. ഇപ്പോൾ ചൂടല്ലേ, ചൂടുകാലത്ത് നല്ല വെള്ളം കുടിക്കണം അല്ലേ. അപ്പോൾ അതാക്കണ പഞ്ചാര ഇട്ടുകാണ്ട് നന്നായിട്ട് കലക്കിയാണ്ട് മക്കൾക്കൊക്കെ കൊടുക്കട്ടെ കേട്ടോ. മക്കളെ നമുക്ക് ലേക്ക് നല്ലോണം കമ്മിയുണ്ട് കേട്ടോ. നിങ്ങളെന്താ ലേക്ക് ഇടാത്തത്? ലേക്ക് ആകെ 400 300 വരുന്നുള്ളൂ കേട്ടോ. നമ്മളെ വ്യൂസും കാര്യങ്ങളൊക്കെ തിരക്കടില്ല, അൽഹംദുലില്ലാ 10 12 15 വരലുണ്ട്. കുറേ സ്കിപ്പ് അടിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ കണ്ടാലും അറിയാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഡോളറൊന്നും കയറൂല സ്കിപ്പ് അടിച്ച് കണ്ടാൽ. അപ്പോൾ ഇതാക്കി നമ്മളെ റീതു മുരിങ്ങാച്ചാറ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഓന് കുറേയൊക്കെ ഞാൻ രാവിലെ കൂടിത്തരാൻ മാറുന്നുകാണ്ട്. അപ്പം ഇന്നലെ ഗ്ലൂക്കോസൊക്കെ കയറ്റി വന്നതല്ലേ, അപ്പോൾ ഓന് ഇനി അടുക്കളയിൽ നിൽക്കാൻ ഞാൻ ഓൻ പറയും ഇന്നും ഉമ്മാൻ്റെ വായ അടങ്ങൂല അറിയാം. അപ്പം ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവേ, ഞാൻ കുഴങ്ങിക്കണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇതാക്കണ് ഓനും മീനും ഒക്കെ മറിച്ചിട്ട് തരാൻ. ഞാൻ പറഞ്ഞു ആ മീൻ ഇനി മറിച്ചിടൊന്നും വേണ്ട, ഞാനൊക്കെ റെഡിയാക്കിക്കണ് പറഞ്ഞാൽ അതിനാണ് ചിരിക്കണ് കേട്ടോ. ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മുരിങ്ങാക്കറിയും ചോറും ഉണക്കമീനൊക്കെയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു ചമ്മന്തി എന്തെങ്കിലുമൊക്കെ കുത്തിപ്പിരിച്ച് കണ്ട് ഉണ്ടാക്കണം. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യോണ്ടിട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് അയിമലാണ് തൊട്ടുകാണ്ട് ലൈക്ക് ചെയ്യോണ്ടിട്ടോ. അപ്പോൾ അതങ്ങനെ നമുക്ക് ലൈക്കിന് എന്താ പ്രത്യേകത താത്താ ചോദിക്കും. ലൈക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലൈക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വ്യൂസ് കയറൂലേ, എന്തായിരുതി കണ്ട് ഓല ദീക്ക് ഇങ്ങനെ ചാടുമ്പോഴേ യൂട്യൂബ് തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതാക്കണ നാരങ്ങ വെള്ളം എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. കുറച്ച് വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് തരുവേണ്ടി, ലൈക്ക് ചെയ്ത് തരുവേണ്ടി, കമൻറ്റും ചെയ്ത് തരുവേണ്ടി കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ വിശേഷങ്ങൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഉമ്മാനെ ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കണമെന്ന് പറഞ്ഞില്ല ഇന്നലെ. അപ്പോൾ ഇത്താത്താൻ്റെ അടുത്തേക്കാണ് പോയത്. ഇനി 2 ദിവസം അവിടെ നിൽക്കട്ടെ കേട്ടോ മക്കളെ. എനിക്കിപ്പോൾ 2-3 ദിവസം വെയ്യാതായില്ലേ, ഭയങ്കര ക്ഷീണവും ഒക്കെ തലമിന്നലൊക്കെ. ആ നേരത്തെ ഇനിയിപ്പോൾ ഉമ്മാനെ ഇങ്ങോട്ട് കൊടുന്നാലേ ഞാൻ വിളിച്ചട്ടെ എന്ന് കരുതി കേട്ടോ. ഏട്ടത്തിനോട് പറയട്ടെ കരുതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പം ഞാൻ മാറട്ടെ എന്നിട്ട് കൊണ്ടുവരാമെന്ന് കരുതി.